നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 ബോർഡ് എക്സാമുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ ക്രാഷ് കോഴ്സാണ്. ഇത് കേരള സിലബസ് ആൻഡ് CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. ഇതിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ 3 സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് സീരീസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വഴി സാധിക്കുന്നില്ല എങ്കിൽ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോൺ ക്ലാസ് 12 ക്രാഷ് PCM ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രാഷ് കോഴ്സ് എന്നും എങ്ങനെ ക്രാഷ് കോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെക്ടർ ആൾജിബ്രയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ വെക്ടർ ഈസ് ഈക്വൽ ടു I + J + 2k ക്യാപ്. അപ്പൊ എന്താണ് ഈ യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും അറിയോ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കും. ഇനി വെക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡൊപ്പം തന്നെ ഡയറക്ഷൻ കാണത്തില്ലേ? ഡയറക്ഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വെക്ടർ എന്താണോ ആ വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. ഇപ്പം എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആയിട്ടുള്ള എ ക്യാപ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ എ ക്യാപ്പിന്റെയും എ വെക്ടറിന്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എ ക്യാപ്പ് എന്നാണ് നമ്മൾ യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു എഴുതാൻ പറ്റുന്നറിയോ? എ വെക്ടർ അതുപോലെ എഴുതുക, അതിനുശേഷം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളതിന്റെ I കമ്പോണന്റും J കമ്പോണന്റും അതുപോലെ K കമ്പോണന്റിന്റെയും സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പം I കമ്പോണന്റിന്റെ എത്ര വന്നിരിക്കുന്നത് 1 സ്ക്വയർ, അടുത്ത J ക്യാപ്പിന്റെ കൂടെ ഉള്ളത് എത്രയാണ്? അതും 1 സ്ക്വയർ, പ്ലസ് K ക്യാപ്പിന്റെ കൂടെ ഉള്ളത് എത്രയാണ്? 2. അപ്പോൾ 2 സ്ക്വയർ. 1 സ്ക്വയർ 1 ആണെന്നറിയാം, അടുത്ത 1 സ്ക്വയർ 1, 1 + 1 + 4 എന്ന് പറഞ്ഞ് കിട്ടും. അത് എത്രയാണ്? √6 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √6 ആണ്. ഇനി പരിപാടി തീർന്നു. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. എ വെക്ടർ അതുപോലെ എഴുതി വെക്കുക. എന്താണ്? I ക്യാപ്പ് പ്ലസ് J ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ദ ഹോൾ ഡിവൈഡ് ബൈ എന്താണ് മാഗ്നിറ്റ്യൂഡ്? √6. ഇതാണ് എ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടറിന്റെ കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂണിറ്റ് വെക്ടറിന്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാ വീഡിയോസിന്റെയും ലിങ്കുകൾ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് പോയി ചെക്ക് ചെയ്യുക.